എടാ തോമാച്ചാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതെ, നമുക്ക് സ്റ്റെല്ല മോളെ ഒന്ന് സഹായിക്കണം. അന്നമ്മയ്ക്ക് വേണ്ടി ജീവിച്ച മോളാ അത്. ഈ സമയം നമ്മൾ കൈയൊഴിഞ്ഞാ അവള് ജീവിതം അവസാനിപ്പിക്കാനും മടിക്കില്ല. അമ്മേ, നമുക്ക് അതിന് എന്നാ ചെയ്യാൻ പറ്റും? അമേരിക്കയിലോട്ട് കൊണ്ടുപോയാലോ? അവിടേക്ക് ചുമ്മാ ചാടി കയറി ചെല്ലാൻ പറ്റുന്ന പോലെ സ്ഥലമാണോ അമ്മേ? വിസയൊക്കെ കിട്ടണ്ടേ? എടാ, നീ വിചാരിച്ച സംഘടിപ്പിക്കാൻ പറ്റില്ലേ? എവിടുന്ന്? പാരന്റ്സ് ഉണ്ടെങ്കിലോ മക്കളുണ്ടെങ്കിലോ കിട്ടുന്ന വിസ പോലെ ഇത് കിട്ടില്ലമ്മേ. പിന്നെ പണ്ടത്തെ പോലെ സ്റ്റേജ് ഷോയ്ക്കൊന്നും ആൾക്കാർക്ക് അത്ര താല്പര്യവും ഇല്ല. ഇനി വല്ലവർക്കും ബേബി സിറ്റിങ്ങിന് ആവശ്യമുണ്ടെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും നമുക്ക് നോക്കാം. എടാ, വൈകിയാ ശരിയാവില്ലെന്ന് എന്റെ മനസ്സ് പറയുന്നു. കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ നമ്മുടെ കൂടെ കൊണ്ടുപോകണം. എന്റെ അമ്മ, അത് ഇങ്ങനെ ശരിയാവും? കൂടെ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഞാൻ കെട്ടിക്കുന്ന പെണ്ണൊന്നുമല്ലല്ലോ അവള്. അപ്പോ നീ വിവാഹം കഴിക്കുകയാണെങ്കിൽ സ്റ്റെല്ലയെ കൊണ്ടുപോകാം അല്ലേ? അതെന്നെ വർത്താനാ? ഈ പ്രായം കുറഞ്ഞ പെണ്ണിനെ ഞാൻ കെട്ടാനോ? ഓ, ഒറിജിനലായി കെട്ടാനല്ല. വിവാഹം കഴിച്ചു രേഖയുണ്ടാക്കിയ പോകാനുള്ള വിസ കിട്ടുമല്ലോ എന്നാ ചോദിച്ചേ. അതൊക്കെ കിട്ടും. നിനക്കാണെങ്കിൽ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല. എന്നാ പിന്നെ ഒരു ജീവിതം രക്ഷിക്കാൻ ഒരു രേഖയുണ്ടാക്കി അവളെ നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോയാലോ? കാര്യമൊക്കെ കൊള്ളാം. പക്ഷെ ഇത് പിന്നെ അനീറ്റ മോളെങ്ങാനും സമ്മതിച്ചില്ലെങ്കിലോ? അവളെന്നെ കെട്ടിച്ചല്ലേ അടങ്ങൂ. അതിനുവേണ്ടിയാണല്ലോ നമ്മൾ വന്നതും. അതും ശരിയാ. നീ എങ്ങോട്ടാ പോന്നെ? ഒന്നും തീരുമാനിച്ചിട്ടില്ല വല്യമ്മച്ചി. പിന്നെ ഒരു ലക്ഷ്യമില്ലാത്ത യാത്രക്കുള്ള പുറപ്പാടാണോ? നിന്നെ എങ്ങോട്ട് ഇറക്കി വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഈ നശിച്ച നാട്ടിൽ നിന്നും നിന്നെ രക്ഷിക്കാനുള്ള ഒരു വഴി തലപുകഞ്ഞ് ആലോചിച്ചോണ്ടിരിക്കുക ഈ വല്യമ്മച്ചി. മോളാ ബാഗെടുത്തെന്ന് അകത്തോട്ട് വെച്ചേ. വേണ്ട വല്യമ്മച്ചി, ഞാൻ ആർക്കും ഒരു ഭാരമാകുന്നില്ല. ഞാൻ പോയേക്കാം. മോളെ, നിന്റെ മനസ്സ് നന്നായി മനസ്സിലാക്കിയ ഞാൻ പറയുന്നേ. നിന്റെ ഈ യാത്ര ജീവിക്കാനുള്ളതല്ല എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അന്നാമ്മയുടെ മകളെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല. മോളെ, ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. എന്റെ സ്വാർത്ഥത കൊണ്ടാണോ അതോ നിന്നോടുള്ള സ്നേഹം കൊണ്ടാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയത്തില്ല. പക്ഷേ നീ സമ്മതിച്ചാ നിന്നെ ഞാൻ അമേരിക്കയിലോട്ട് കൊണ്ടുപോകാം. എന്റെ മകൻ തോമാച്ചന് ഈയിടെയായിട്ടൊരു കുഴപ്പമുണ്ട് മോളെ. ഉറങ്ങാൻ കിടക്കുമ്പോഴൊക്കെ ഒരു ശ്വാസം നിലക്കുന്ന ഒരു അവസ്ഥ. സ്ലീപ്പ് അപ്നിയ എന്നോ മറ്റോ ആണ് അസുഖത്തിന്റെ പേര്. ചില ഡോക്ടർമാര് പറഞ്ഞത് അങ്ങനെ സംഭവിക്കുമ്പോ കൂടെയുള്ളവര് തട്ടി വിളിച്ചാ മതിയെന്നാ. അനീറ്റ മോള് ഹയർ സ്റ്റഡീസിന് പോകുമ്പോ ഇതൊക്കെ നോക്കാൻ ഒരാള് വേണം. വേലക്കാർക്ക് ഇതൊന്നും നോക്കാൻ പറ്റില്ലല്ലോ. അതിനൊക്കെ ഭാര്യമാര് തന്നെ വേണം. അതുകൊണ്ടാ അനീറ്റ മോളുടെ നിർബന്ധത്തിന് വഴങ്ങി തോമാച്ചൻ ഇപ്പൊ വിവാഹത്തിന് സമ്മതിച്ചത്. പക്ഷെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു പെണ്ണ് വേണം. നീ ആ സ്ഥാനത്ത് വന്നാ ഞങ്ങൾക്ക് സന്തോഷാ. നിന്റെ നിവൃത്തികേട് ഞങ്ങൾ മുതലെടുക്കുകയാണെന്ന് കരുതരുത്. നിന്റെ പ്രായം, വിദ്യാഭ്യാസം എല്ലാം ഞാൻ മാനിക്കുന്നു. എന്റെ മകന്റെ കാലം കഴിഞ്ഞാൽ ഒരു സ്വതന്ത്ര ജീവിതം തിരഞ്ഞെടുക്കുന്നതിൽ യാതൊരു തടസ്സവും ഉണ്ടാവില്ല. മോൾ എന്തു പറയുന്നു? ഞാൻ എന്റെ ഈ ജീവിതം വെറുത്തു തുടങ്ങിയ അമ്മച്ചി, ഒപ്പം ഈ നാടും. അതുകൊണ്ട് തന്നെ വല്യമ്മച്ചി പറയുന്നത് ഞാൻ അനുസരിക്കാം. അമേരിക്ക എന്ന മഹാനഗരോ പണമോ ഒന്നും എന്നെ മോഹിപ്പിക്കുന്നില്ല. പക്ഷെ എന്റെ ജീവിതം കൊണ്ട് മറ്റൊരാൾക്കൊരു പ്രയോജനം ഉണ്ടാവുന്നുണ്ടെങ്കിൽ ഉണ്ടാവട്ടെ. പിന്നെ ഒരു കാര്യം, നമ്മൾ ഇപ്പൊ ഇത് തോമാച്ചനോട് പറയുന്നില്ല. പ്രായം കുറഞ്ഞ പെണ്ണിനെ വിവാഹം കഴിക്കാൻ തോമാച്ചൻ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് അവനോട് ഞാനൊരു കള്ളം പറയും. നിനക്കുള്ള വിസയ്ക്ക് വേണ്ടി രേഖയുണ്ടാക്കാനാണ് ഈ കല്യാണം. അമ്മ, എനിക്കൊരു വിരോധമില്ല. പക്ഷെ അനീറ്റ മോള് ഇത് നമ്മൾ ആരോടും പറയുന്നില്ല. സാധാരണ വിവാഹം പോലെ ചെറിയ ചടങ്ങുകൾ നടത്തി നമ്മൾ അങ്ങ് പോകുന്നു. പിന്നെ അവിടെ ചെന്നിട്ടല്ലേ അപ്പം നോക്കാം.